നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. LGS നിലവാരത്തിൽ PSC നടത്തിയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നതാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് ബർദോളി സത്യാഗ്രഹം നടന്നത് എന്നതാണ് തെറ്റ്. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് തന്നെ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ബർദോളി സത്യാഗ്രഹം നടന്നത്. നിയമലംഘന പ്രസ്ഥാനമായിരുന്നു, ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെ നടന്ന സത്യാഗ്രഹമായിരുന്നു, കർഷക സമരമായിരുന്നു. ഇത് മൂന്നും ശരിയാണ്. റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരൊക്കെ? സത്യപാൽ മല്ലിക്, സെയ്ഫുദ്ദീൻ കിച്ലു. ഡോക്ടർ സത്യപാൽ, സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവരാണ് റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. ഇവരുടെ അറസ്റ്റിനെ തുടർന്ന് നടന്ന ദാരുണ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇപ്പൊ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട, കരി നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന ദാരുണ സംഭവം ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. പിൻതീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ്? പിൻതീയതി വെച്ച ചെക്ക്. ക്രിപ്സ് മിഷനെ ഗാന്ധിജി വിശേഷിപ്പിച്ചതാണ് തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ പിൻതീയതി വെച്ച ചെക്ക് എന്നത്. 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ ആരെല്ലാമാണ്? ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും ആണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഡൽഹിയിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA മുതലായ 10th പ്രിലിംസ് പരീക്ഷകൾക്ക് വേണ്ടി സെക്രട്ടേറിയറ്റ് OA പ്രിലിംസ് ആൻഡ് മെയിൻസ് എന്ന് പറഞ്ഞിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ 28 പ്രിലിംസ് എക്സാം വരുന്നത്. 10th പ്രിലിംസിന്റെ ഏത് പരീക്ഷയായാലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. 10th പ്രിലിംസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 50 days ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസംബർ 28 പരീക്ഷ. 50 days ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിന്റെ ക്ലാസ്സുകളെല്ലാം പ്രിലിംസ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ് ഇട്ടേക്കുന്നത്. പിന്നെ മെയിൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്റ്റഡി പ്ലാൻ ഉണ്ട്, വീക്ക്ലി സ്റ്റഡി പ്ലാൻ. അതിൽ Day 1 Day 2 എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് സ്റ്റഡി പ്ലാനും വീക്ക്ലി എക്സാംസും ഉണ്ട്. അതുപോലെ ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, പിന്നെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ LDC കോട്ടയം, കോഴിക്കോട് ജില്ലകളിലെ വരെയുള്ള റിലേറ്റഡ് ഫാക്ട്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ്സുകൾ വരുന്നത്. ഇപ്പം നവരാത്രി പ്രമാണിച്ച് കോഴ്സുകൾക്കെല്ലാം അപ് ടു 500 rupees ഓഫ് ഉണ്ടായിരിക്കും. അതുപോലെ ഇപ്പോൾ നടന്നു വരുന്ന LDC, LGS മുതലായ പരീക്ഷകൾക്കും 10% ഓഫ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സുവർണ അവസരം, ഈ നല്ലൊരു വിജയദശമി ദിനത്തിൽ നല്ലൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് ആപ്പിലേക്ക് ജോയിൻ ചെയ്തോളാം. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും. അടുത്ത വർഷം വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കോഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നമ്മൾ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ വേണ്ടി നിൽക്കേണ്ട, ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡ് ആയിട്ട് VFA ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ മാസം നടക്കാനിരിക്കുന്ന കേരള ബാങ്ക് OA പരീക്ഷയ്ക്കും ബാച്ച് കോഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ബാച്ച് കോഴ്സുകൾ എല്ലാം ഡിസ്കൗണ്ടോടുകൂടി ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ആരാണ്? ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ എന്നിവരായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിതകൾ. ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന
ഭരണഘടനയുടെ ഭാഗം ഏത്? മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങൾ. യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം ഏതാ? റെയിൽവേ ആണ്. റെയിൽവേ. വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി ആരാണ്? PB സാവന്ത്. PB സാവന്ത്. വൈകുണ്ഠസ്വാമിയുടെ രചന ഏതാണ്? അരുൾനൂൽ. അരുൾനൂലാണ് വൈകുണ്ഠസ്വാമിയുടെ രചന. വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന ഏത്? വേലുത്തമ്പിയുമായി ചേരാത്തത് മാത്യു തരകനെ സംരക്ഷിച്ചു എന്നുള്ളതാണ്. തിരുവിതാംകൂറിലെ ദളവയായിരുന്നു വേലുത്തമ്പി. മെക്കാളയുമായി ശത്രുതയിലായിരുന്നു വേലുത്തമ്പി. ശരിയാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചിരിക്കുന്നത് ഏത് പേരിലാണ്? ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക എന്നീ പേരുകളിലായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചിരുന്നത്. ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലായി. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതൊക്കെ? ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായത്. മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിന്റെ തോൽവിയെ തുടർന്ന്. ഇത് രണ്ടും ശരിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാ? പെരിയാർ നദിയിലാണ്. പെരിയാർ നദി. 2022 ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഖത്തറിൽ വെച്ചാണ് 2022 ലോകകപ്പ് ഫുട്ബോൾ നടന്നത്. സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥിതിയാണ് സ്വീകരിച്ചത്? മിശ്ര സമ്പദ് വ്യവസ്ഥിതിയാണ് സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം ഇന്ത്യ സ്വീകരിച്ചത്. ഏത് സംവിധാനത്തിന് പകരമായാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നു. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ആരാണ്? പ്രശാന്ത ചന്ദ്ര മെഹലനോബിസ് എന്ന PC മെഹലനോബിസ്. ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത് എന്ത്? ഹരിത വിപ്ലവമാണ്. ഹരിത വിപ്ലവം. 1962 ഇൻഡോ ചൈന യുദ്ധത്തിന്റെ രാഷ്ട്രീയ കാരണം എന്താണ്? ദലൈലാമയ്ക്ക് അഭയം നൽകിയതാണ്. ദലൈലാമയ്ക്ക് അഭയം നൽകിയത്. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24ാമത് ഗവർണറായി 2016 സ്ഥാനമേറ്റത് ആര്? ഉർജിത് R പട്ടേൽ. 2016 ഉർജിത് R പട്ടേൽ. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥ ഏത്? ഗ്രീഷ്മകാലമാണ്. ഗ്രീഷ്മകാലം. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തരംതിരിക്കാം? ഭൂപ്രകൃതി അനുസരിച്ച് 3 മലനാട്, ഇടനാട്, തീരപ്രദേശം. ആനമുടിയുടെ ഉയരം. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെ? മറയൂരാണ്. മറയൂർ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല ഏത്? ഇടുക്കി. ഇടുക്കി. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്? ബാമർ. ബാമർ. കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം ഏതാണ്? ഇടനാടാണ്. ഇടനാട്. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതിയുടെ പേരെന്താണ്? കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി പീച്ചി. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത് കണ്ണൂർ ജില്ലയ്ക്ക്. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം ഏത്? വടക്കേ അറ്റത്ത് ആലട്ടി ചുരം. ആലട്ടി ചുരം. ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ് തുറന്നുകൊടുത്തത്? ഉത്തർപ്രദേശിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം?
വാർട്ടൺ ഗർത്തമാണ്. വാർട്ടൺ ഗർത്തം. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദി ഏത്? പാമ്പാറാണ്. പാമ്പാർ. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം സിറസ് മേഘമാണ്. സിറസ് മേഘം. ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? PT ഉഷ. PT ഉഷ. സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടിയുടെ പേരെന്ത്? സുന്ദരി കണ്ടൽ. സുന്ദരി കണ്ടൽ. കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏത്? പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ല. പരുത്തി കൃഷി ചെയ്യുന്നതും പാലക്കാട് ജില്ലയിലാണ്. കാരണം കറുത്ത മണ്ണ് കാണപ്പെടുന്നത് കൊണ്ട് തന്നെ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് കറുത്ത മണ്ണ്. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏതാണ്? സർവേ ഓഫ് ഇന്ത്യ. ദേശീയ സരസ് മേളയ്ക്ക് കേരളത്തിൽ ആതിഥ്യമരുളുന്ന ആദ്യത്തെ ജില്ല ഏത്? കോട്ടയം ജില്ലയാണ്. കോട്ടയം. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിന് വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം ആര്യസമാജം. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ ഏതൊക്കെ? മതേതരത്വം, സ്ഥിതി സമത്വം എന്നിവയാണ്. മൈക്കലാഞ്ചലോയുടെ ലാ പിയാത്തെ എന്ന പ്രശസ്ത ശില്പത്തിന്റെ മലയാള അർത്ഥം എന്ത്? കരുണ എന്നതാണ്. കരുണ. സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്നിവയാണ്. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനിലെ പുതിയ അംഗം അരുൺ ഗോയൽ. ആ ടൈമിലെ കറണ്ട് അഫെയർ ആയിരുന്നു. ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ 2022 ആപ്തവാക്യം ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ എന്നുള്ളത്. ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ 2023 തീം ഫോർ എവറി ചൈൽഡ് എവറി റൈറ്റ്. ഫോർ എവറി ചൈൽഡ് എവറി റൈറ്റ് എന്നതായിരുന്നു. 2024 ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ ലിസൺ ടു ദ ഫ്യൂച്ചർ. ലിസൺ ടു ദ ഫ്യൂച്ചർ. ചോദ്യം, 2022 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ഫുട്ബോളിന് നൽകിയിട്ടുള്ള പേര് എന്ത്? അൽ റിഹ്ല. അൽ റിഹ്ല. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ 34ാമത് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തി ആര്? ശ്യാം ശരൺ നേഗിയാണ്. മനുഷ്യനിൽ ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ ഏത്? കോമ്പല്ലാണ്. കോമ്പല്ല്. പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു എന്നിവയാണ്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിന്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക. ഇത് ഏത് വിളയുടെ വിത്താണ്? പാവം പ്രിയങ്ക എന്നോർത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പാവലാണ്. പാവൽ. വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം ഏത്? ഇരവികുളം. ഇരവികുളം നാഷണൽ പാർക്ക്. ഒരു ഭക്ഷ്യ ശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യത്തെ കണ്ണിയോ? ഹരിതസസ്യങ്ങളാണ്. ഹരിതസസ്യങ്ങൾ. 2021 പരിസ്ഥിതി ദിന സന്ദേശം. 2021 പരിസ്ഥിതി ദിന സന്ദേശം ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ എന്നതായിരുന്നു. സാർസ് രോഗം മുഖ്യമായും ബാധിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം പ്രകീർണനമാണ്. പ്രകീർണനം. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷമർദ്ദം അളന്ന ശാസ്ത്രജ്ഞൻ ആര്? ടോറിസെല്ലിയാണ്. ടോറിസെല്ലി. ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? സോഡിയം ബെൻസോയേറ്റ്. സോഡിയം ബെൻസോയേറ്റ്. സോഡാ കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു.
ജലത്തിൽ ലയിച്ചു ചേർന്ന ഏത് വാതകമാണ് കുമിളകളായി പുറത്തു വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേരെന്താ? കമ്പനം എന്നതാണ്. കമ്പനം. രസതന്ത്രത്തിൽ 2020 നൊബേൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ ഇമാനുവൽ ഷാർപെന്റിയ. ഇപ്പോൾ നൊബേൽ സമ്മാനം ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് പഠിച്ചു വെക്കുക. മ്യൂക്കോർമൈക്കോസിസ് എന്ന രോഗം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്ലാക്ക് ഫംഗസ്. COVID-19 ഉപയോഗിക്കുന്ന വാക്സിൻ കോവാക്സിൻ. കോവാക്സിൻ. എംഫിസിമ ബാധിക്കുന്ന അവയവം ഏത്? റിപ്പീറ്റിംഗ് ചോദ്യം. ശ്വാസകോശത്തെയാണ് എംഫിസിമ ബാധിക്കുന്നത്. ശരീരനിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകം പ്രോട്ടീനാണ്. പ്രോട്ടീൻ. നേരത്തെ ഈ സെയിം ചോദ്യം ഉണ്ടായിരുന്നു സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ. ഈച്ച പരത്തുന്ന ഒരു രോഗം കോളറയാണ്. കോളറ ഈച്ച പരത്തുന്ന രോഗം. ഇൻസുലിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാ? പ്രമേഹം. പ്രമേഹം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റ് പദ്ധതി ഏത്? താലോലം. ജീവകം എ അടങ്ങിയ ആഹാര പദാർത്ഥം. ജീവകം എ അടങ്ങിയത് ചീരയിലാണ്. ചീര. മന്ത് പരത്തുന്ന ജീവി ഏതാ? മന്ത് പരത്തുന്നത് കൊതുകാണ്. രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ ഏതു രോഗാണുവിനും പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗം എയ്ഡ്സ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പ് ആണ്. O ഗ്രൂപ്പ്. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താ? മെഡിസെപ്പ്. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവി രോഗമാണ്. ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ എന്താ പേര്? ദിശയാണ്. ദിശ. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി സ്നേഹസാന്ത്വനമാണ്. സ്നേഹസാന്ത്വനം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരുന്നു. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് PSC ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എപ്പോഴും നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് വർക്കൗട്ട് ചെയ്ത് പഠിച്ചോളാം. നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകൾ നടന്നു വരികയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.